വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ പാപ്പ സ്പെക്ടക്കിൾസ് എന്ന പാഠത്തിൻ്റെ എക്സർസൈസസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ പേജ് മുതലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ 3ാമത്തെ പേജിൽ നിന്ന് എടുക്കുക. അവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന കാര്യം നോക്കിയേ. തിങ്സ് ജനറലി മിസ്പ്ലേസ്ഡ് അറ്റ് യുവർ സ്കൂൾ. അതിൻ്റെ അടുത്തത് ഹൂ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദീസ് മിസ്പ്ലേസ്ഡ് തിങ്സ്. ഈ മിസ്പ്ലേസ്ഡ് തിങ്സ് കണ്ടെത്താൻ ആരാണ് സഹായിക്കുക? ആരുണ്ടോ ചോദിക്കുന്നത്. അപ്പോൾ താഴേക്കുള്ള വരിയിൽ നമുക്ക് എഴുതാം. ഒന്ന് ഓർത്ത് നോക്കിക്കുക, എന്തൊക്കെയായിരിക്കും സ്കൂളിൽ നമ്മൾ മിസ്പ്ലേസ്ഡ് ആയി വെച്ചിട്ട് പോരുന്നത്? വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് പോരും, ജോമെട്രി ബോക്സ് വെച്ചിട്ട് പോകും, നോട്ട്ബുക്സൊക്കെ വെച്ചിട്ട് പോകും ഇല്ലേ, പെൻസിലോ പേനയൊക്കെ വെച്ചിട്ട് പോരില്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ അതിൽ 4 നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ് ഒന്നായിട്ട് എഴുതുക? വാട്ടർ ബോട്ടിൽ. 2 ജോമെട്രി ബോക്സ്. 3 നോട്ട്ബുക്സ്. 4 പെൻസിൽ ഓർ പെൻ. ഹൂ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദീസ് മിസ്പ്ലേസ്ഡ് തിങ്സ്. അവിടെ എന്താ എഴുതേണ്ടത്? ഫ്രണ്ട്സ്. അതിൻ്റെ താഴെ എന്തെഴുതാം? ക്ലാസ് മോണിറ്റർ എന്ന് എഴുതാം. അടുത്തത് ഫ്രണ്ട്സ്, ടീച്ചർ, അങ്ങനെ എഴുതണം കേട്ടോ. ഹൗ വുഡ് യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം? എങ്ങനെയായിരിക്കും നമ്മളവരോട് നന്ദി പ്രകാശിപ്പിക്കുക? ഹൗ വുഡ് യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം? ഉത്തരം ഇതാണ്. ഐ വുഡ് സേ താങ്ക് യു ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദം. അതാണ് ഉത്തരം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റ് us ലേൺ. നമുക്ക് പഠിക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലെ വേർഡ്സൊക്കെ നോക്കുക. അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർഡർ. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്താ ഈ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? റൈറ്റ് ദ സ്മോളസ്റ്റ് ഓർ ലൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ഫസ്റ്റ്. ഏറ്റവും ചെറുതോ ഏറ്റവും കനം കുറഞ്ഞതായ വസ്തുവിനെ ആദ്യം എഴുതണം. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓർ ഹെവിയസ്റ്റ് ലാസ്റ്റ്. അല്ലെങ്കിൽ ഏറ്റവും വലുതും ഏറ്റവും ഹെവി ആയിട്ടുള്ളത് ഒടുവിൽ എഴുതണം. നമുക്ക് നോക്കാം എങ്ങനെ എഴുതുന്നത്. ഒന്നാമത് കൊടുത്തിരിക്കുന്നതുണ്ടോ? ടവലുണ്ട്, സാരിയുണ്ട്, ഹാൻഡ് കർച്ചീഫ്, ബെഡ്ഷീറ്റ്. 4 സാധനങ്ങൾ തന്നിട്ടുണ്ട്. ടവൽ, സാരി, ഹാൻഡ് കർച്ചീഫ്, ബെഡ്ഷീറ്റ്. ഇതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ആദ്യം എഴുതുന്നുണ്ട്. ഏതായിരിക്കും? ഹാൻഡ് കർച്ചീഫ്, കൈലേസേ. അത് വളരെ ചെറുതല്ലേ. സോ ഫസ്റ്റ് യു ഷാൽ റൈറ്റ് ഹാൻഡ് കർച്ചീഫ്. രണ്ടാമതോ ടവലാണ്. അതിനൊക്കെ ഞാൻ അല്പം ഭാരം കൂട്ടിയത് ഇല്ലേ, അല്പം വലിപ്പം കൂടിയത്. അപ്പോൾ രണ്ടാമത്തെ ടവൽ എഴുതണം. മൂന്നാമത്തെ സാരി എഴുതണം. നാലാമത്തേത് ബെഡ്ഷീറ്റ്. അത് വലിയ വലുതാണ്, ഭാരം ഉണ്ടല്ലേ. സോ ബെഡ്ഷീറ്റ് 4ാമത് വരണം. അപ്പോൾ ഒന്നാമത് ഹാൻഡ് കർച്ചീഫ്, രണ്ടാമത് ടവല്, മൂന്നാമത് സാരി, 4ാമത് ബെഡ്ഷീറ്റ്. ഇനി അടുത്തൊന്ന് നോക്കാം. ആപ്പിൾ, സ്ട്രോബെറി, ചെറി, വാട്ടർമെലൺ. ഇതിൽ ഏറ്റവും ചെറുത് ചെറിയ. അപ്പോൾ ചെറിയ ആദ്യം എഴുതാം. പിന്നെ എഴുതുന്ന സ്ട്രോബെറി എഴുതാം, പിന്നെ ആപ്പിള്, പിന്നെ വാട്ടർമെലൺ വലിയ വലുതല്ലേ, മത്തങ്ങ. അപ്പോൾ എങ്ങനെ എഴുതുമോ? ആദ്യം 1 ചെറി, 2 സ്ട്രോബെറി, 3 ആപ്പിൾ, 4 വാട്ടർമെലൺ. അടുത്തത് മൂന്നാമത്തെ നോക്കാം. 29, 14, 91, 47. അതെങ്ങനെ എഴുതും? ആദ്യം ഏറ്റവും ചെറുത് 14, അതാണ് ആദ്യം. പിന്നെ 29, പിന്നെ 47, ഏറ്റവും വലുത് 91. ഏതാ? ആ മുറയ്ക്ക് എഴുതണം. അത് ഓർഡറിൽ എഴുതണം. 14, 29, 47, 91. അതാ ഉത്തരം. അടുത്തത് നോക്കാം. ഹെൻ, ക്രോ, സ്പാരോ, ഈഗിൾ. അത് നിങ്ങൾക്കറിയാമല്ലോ. സ്പാരോ കുരുകില, കുരുവി, വളരെ ചെറുതാണ്. അപ്പോൾ ഈ കുരുവി എന്ന് ആദ്യം എഴുതണം, സ്പാരോ. രണ്ടാമത് അതിലും വലുത് ക്രോ, കാക്കേ. അതിലും വലുത് ഹെന്നാണ്, പിടക്കോഴി. അതിലും വലുത്, ഏറ്റവും വലുത് ഈഗിളാണ്. അപ്പോഴേ ഒന്നാമത് സ്പാരോ, 2 ക്രോ, 3 ഹെൻ, 4 ഈഗിൾ. അടുത്തത് നോക്കാം. 5ാമത്തത് ഓക്സ്, റാബിറ്റ്, എലിഫൻ്റ് ആൻഡ് സ്ക്വിറൽ. അത് ഏറ്റവും ചെറുത് സ്ക്വിറൽ, അണ്ണാൻ.
സ്ക്വിറൽ ഒന്നാമത്. രണ്ടാമത് റാബിറ്റ്. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ, റാബിറ്റ്. മൂന്നാമത് ഓക്സ്, കാള. നാലാമത് എലിഫൻറ്റ്. എലിഫൻ്റല്ലേ ഏറ്റവും വലുത്. അപ്പോൾ അത് നാലാമത്. എങ്ങനെ എഴുതേണ്ടത്? 1 സ്ക്വിറൽ, 2 റാബിറ്റ്, 3 ഓക്സ്, 4 എലിഫൻറ്റ്. റൈറ്റ് 2 എക്സാമ്പിൾസ് മോർ ഫോളോവിങ് ദ സെയിം പാറ്റേൺ. ഈ സെയിം പാറ്റേണിൽ നമുക്കിഷ്ടമുള്ളൊരു 3-4 എഴുതണം കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികളെ പറ്റി എഴുതാം. 1 ഹെൻ, കോഴി. 2 ഗൂസ്, വാത്ത. 3 ഗോട്ട്, ആട്. 4 കൗ. അങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് നിങ്ങൾ തന്നെ ആലോചിച്ചങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത പേജ് നോക്കിയേ, 4-ാമത്തെ പേജാണ്. 4-ാമത്തെ പേജിൽ നോട്ട് ദ ഫോളോവിങ് ഫ്രൈസ്. ഈ പറയുന്ന ഫ്രൈസ് ഒന്ന് നോക്കുക. എ പെയർ ഓഫ് ഷൂസ്, ഒരു ജോഡി ഷൂ. കണ്ടില്ലേ, എൻ്റെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ് എ പെയർ ഈസ് യൂസ്ഡ് ഇൻ ഓൾ ദ ഫ്രൈസസ് ഗിവൺ ബിലോ. താഴെ പറയുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ, ആ പടങ്ങളുടെ പേരുകളോടൊപ്പം എപ്പോഴും പെയർ എന്ന് ചേർക്കാറുണ്ട്. നമുക്ക് നോക്കാം അതെന്താണെന്ന്. 1 എ പെയർ ഓഫ് സിസേഴ്സ്. എ പെയർ ഓഫ് സിസേഴ്സ്. എ പെയർ ഓഫ് സിസർ എന്നല്ല, എ പെയർ ഓഫ് സിസേഴ്സ്. ദെൻ എ പെയർ ഓഫ് പാൻസ്. എ പെയർ ഓഫ് പാൻസ്. അടുത്തത് 3-ാമത്തെ എ പെയർ ഓഫ് സ്പെക്ടക്കിൾസ്. 4-ാമത്തെ എ പെയർ ഓഫ് സോക്സ്. എ പെയർ ഓഫ് സോക്സ്. 5-ാമത്തെ എ പെയർ ഓഫ് ഗ്ലൗസ്. 6-ാമത്തത് എ പെയർ ഓഫ് ഇയർ റിങ്സ്. കാതിലിടുന്ന ഇയർ റിങ്സ് ആ കൊടുത്തിരിക്കുന്നതല്ലേ, എ പെയർ ഓഫ് ഇയർ റിങ്സ്. അടുത്തതോ എ പെയർ ഓഫ് പാറ്റ്സ്. എ പെയർ ഓഫ് പാറ്റ്സ്. അപ്പോൾ മനസ്സിലായോ? ഓരോന്നും പറയുമ്പോൾ പെയർ ഓഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വരുമ്പോഴാണ്. ഒന്ന് മനസ്സിലാക്കണേ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.